എന്താടാ, നീ വീട്ടിലേക്ക് വന്നപ്പോ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. ഓ അയ്യോ, ഇത്രയും വലിയ കാര്യം അപ്പൊ നീ അറിഞ്ഞില്ലേ ഇതുവരെ? എന്താ മോനെ ഇങ്ങനെയൊക്കെ? അല്ല, അളിയൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ കല്യാണം നടത്താൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നോ. വളരെ നല്ലൊരു കുട്ടിയാ മോനെ. അവളുടെ അച്ഛനും അമ്മയ്ക്കോ എന്തോ അളിയൻ വാക്ക് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ത്രിവിക്രമൻ ആ വീട്ടിലേക്ക് പോകണ്ടെന്നും അവരോട് സംസാരിക്കണ്ടെന്നും ഒക്കെയാണ് അളിയൻ പറയുന്നത്. ഓ, ആണോ? നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്. കിടന്നോ കിടന്നോ, ചെല്ലേ. അങ്ങളെ ഒരു മിനിറ്റ്. ആ, അങ്ങള് പറഞ്ഞൊക്കെ സത്യാണല്ലോ അല്ലേ? എന്താ മോനെ, ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നത്? ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞത്. ചേച്ചി നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഓ, അവള് വിളിച്ച നീ ഇപ്പൊ ഫോൺ എടുക്കാറില്ലല്ലോ. ശരി, വിട്ടേക്ക്. നാളെ രാവിലെ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മോനെ. ശിവാനി മാഡം, എനിക്ക് ശിവാനി മാഡത്തിനോട് കുറച്ച് അർജന്റായിട്ട് സംസാരിക്കാനുണ്ട്. എവിടെ വരെ ഒന്ന് വിളിച്ച്? തൃശൂർ. ശിവാനി ഇവിടെയില്ല, പോവാൻ നോക്ക്. ഇതെന്തേ പറയുന്നത്? ഈ സമയത്ത് എന്താ വീട്ടിലില്ലാത്ത? ശിവാനി മാഡം, ഇതെവിടെ ഒന്ന് വന്നേ. തൃശൂർ, ശിവാനി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ഇപ്പൊ മേഡം. പോവാൻ നോക്ക്. ആരാ നീലി ഈ സമയത്ത്? ഇനിയൊന്ന് പറഞ്ഞേ. മാഡം വീട്ടിലുണ്ടായിട്ടും എന്തിനാ എന്റെ അടുത്ത് ഇല്ലെന്ന് നുണ പറഞ്ഞേ? നമസ്കാരം മാഡം. മാഡം ഒന്ന് താഴേക്ക് വന്നേ, എനിക്ക് അർജന്റായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതാണോ അതിനുള്ള സമയം? അതും ഈ രാത്രിയില്? അതെന്താ ഇത്ര അർജന്റായിട്ട് പറയാനുള്ള കാര്യം? അത്രയ്ക്ക് അർജന്റ് ആയിരുന്നെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിച്ച പോരായിരുന്നു. പ്ലീസ് തൃശൂർ, ഈ സമയത്തൊന്നും ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഇപ്പൊ പോവാൻ നോക്ക്. അല്ല മാഡം, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ രാവിലെ പറഞ്ഞാ മതി, പ്ലീസ്. തൃശൂർ, പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? ദയവായി ഒന്ന് പോണം. മാഡം, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എന്നിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു തൃശൂർ. ഇപ്പൊ പോ. ഈ സമയത്ത് വരുന്നത് മാനേഴ്സ് അല്ല, അതുപോലും അറിയില്ലേ? നീ പോ. തൃശൂർ, നിന്നോടല്ലേ പറയുന്നത്? നീ ഒന്ന് പോവാൻ നോക്ക്. ആയിക്കോട്ടെ, ഒച്ച വയ്ക്കാൻ നിൽക്കണ്ട. എന്നാ മാഡം, ഞാൻ പോകട്ടെ. ബൈ. ത്രിവിക്രമോടെ? ഡാഡി അവന്റെ റൂമിലുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട മോളെ, നീ അവിടെ ത്രിവിക്രം. വരുന്നു അളിയാ, വാ മോനെ. എന്താ ഡാഡി വിളിച്ചേ? മോനെ, നിന്റെ കല്യാണ കാര്യത്തില് അവസാനം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞങ്ങള് ഒരു പെൺകുട്ടിയെ ഫൈനലൈസ് ചെയ്തു. ഡാഡി, അത് ഡാഡി, അന്ന് ഞാൻ കാണാൻ പോയ കുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ? ഡാഡി തന്നെയല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞു? എന്താടാ, ഈ ലോകത്ത് ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ? വേറെ പെൺപിള്ളേരൊന്നുമില്ല. നിനക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന വിധത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ ഫോട്ടോ നോക്കി. ഡാഡി തീരുമാനിച്ചു കഴിഞ്ഞോ? എല്ലാം തീരുമാനിച്ച പോലെയാണ് മോനെ. നീ ഇനി കൊച്ചിനെ കാണേണ്ട ഒരു കാര്യവും ഇല്ല. കണ്ണു മടച്ച് താലി അങ്ങ് കെട്ടിയാ മതി.
ഡാഡി അത് ആക്ച്വലി എന്താണ് നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ? മനസ്സിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിന്റെ ഡാഡി ചോദിച്ചത് നീ കേട്ടില്ലേ? നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? മനസ്സിൽ ആരുണ്ടാവാൻ ചേച്ചി? ഇനി അഥവാ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അളിയൻ പറഞ്ഞ പെൺകുട്ടിയുടെ കഴുത്ത് താലി കെട്ടുന്നല്ലേ ഇവൻ അന്ന് നമ്മളോടൊക്കെ പറഞ്ഞത്. അങ്ങനെയല്ലേ മോനെ? ആ അതെ അതെങ്കിൽ ബ്രോ ഇനി എന്തെങ്ങനെ ആലോചിക്കുന്നത്? എനിക്ക് ചേച്ചിയെ വളരെ ഇഷ്ടായി. അവര് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നീ മാത്രമല്ല ബേബി, മോന്റെ കല്യാണം കൂടാൻ വേണ്ടി ചേച്ചി പ്യുവർ കാഞ്ചീപുരം പട്ടുസാരി വരെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഞാനും നല്ല റിസ്യൂട്ട് കണ്ടുവച്ചു. മരുമോനെ, നിന്റെ കല്യാണം എന്ന് പറഞ്ഞ തമാശകളി അല്ലല്ലോ. ആ ത്രിവിക്രം, നീ പെൺകുട്ടിയെ മണ്ഡപത്തിൽ വെച്ച് കണ്ടാ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭാവിയില് എന്റെ ഡാഡി എനിക്ക് പെൺകുട്ടിയെ കാണാൻ പോലും അവസരം തന്നില്ലോ എന്ന് പറയാതിരിക്കാനാ ഫോട്ടോ എങ്കിലും കാണിച്ചേക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. ഫോട്ടോ ടേബിളിന്റെ മേലുണ്ട്, എടുത്ത് നോക്ക്. ബ്രോ നിന്നോടല്ലേ പറയുന്ന, നോക്ക്. ഒന്ന് നോക്ക് മരുമോനെ. സൂക്ഷിച്ചു നോക്കിയാ മോനെ, പെൺകുട്ടിയെ ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ വേറെ പെൺകുട്ടിയെ നമുക്ക് നോക്കാം. ഡാഡി അതെ, നിനക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചൊരു ലിസ്റ്റ് ഉണ്ട്. എല്ലാം ഞാൻ കൊണ്ടുതരാം. അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വെറുതെ പരാതി പറയാൻ നിൽക്കണ്ട. അതെ, നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ അതങ്ങനെ ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. അച്ഛാ അച്ഛാ അച്ഛാ, എന്താ സ്പെഷ്യല്? അതെന്താ നീ അങ്ങനെ ചോദിച്ചു? മുതലാളിയുടെ വീട്ടിൽ എന്തോ വിശേഷം ഉണ്ടല്ലോ, ഞാൻ അതാ ചോദിച്ചേ. ആ കൊച്ചുമലയുടെ എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. അപ്പോ പെൺകുട്ടി തീരുമാനിച്ചോ അവര്? എന്തത്ര തീരുമാനിക്കാൻ, അവർക്ക് ഇതിനൊന്നും അധികം സമയം വേണ്ട. നല്ല കുടുംബത്തിൽ പിറന്ന നല്ലൊരു കുട്ടി വേണം, അത്ര മാത്രമേ ഉള്ളൂ ആ വീട്ടുകാർക്ക്. അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് ഫൈനലാക്കിയിട്ടുണ്ടാവില്ല. അതെ മോനെ, ആയിട്ടുണ്ട്. ആരാച്ചാ അവര്? എവിടെയുള്ളവരാ? വിശേഷം പറ. എന്റെ പൊന്നുമോനെ, നീ അതൊക്കെ കൊച്ചുമാലയുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. എന്താണെന്നറിയോ, എന്നോടൊന്നും പുറത്തു പറയുന്ന ചട്ടം കിട്ടിയിട്ട് വിട്ടത്. അതെ, ഞങ്ങളോടത് പറയുന്നതിന് എന്താ ഇത്ര വിഷമം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല മധു, പറയണ്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനത് പറയുന്നില്ല. അതിപ്പോ കൊച്ചുമുതലാളി ഇവനോട് കാര്യങ്ങളൊക്കെ പറയാതിരിക്കില്ലല്ലോ. നമ്മുടെ മോൻ കൊച്ചുമുതലാളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇല്ലച്ചാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. എന്തായാലും നീ അവരുടെ വായിന്ന് കേട്ടാ മതി. എന്താച്ചാ ഇത്? അറിയെങ്കിൽ എന്നോടും കൂടി പറയേ, അതിനെങ്കിൽ ഞാൻ അവിടെ പോയി ചോദിക്കണമെന്നുണ്ടോ? മോനെ, പറയേണ്ടവരെല്ലാം നിന്നോട് പറയും, പിന്നെ എന്തിനാ വെറുതെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു? ഇല്ലച്ചാ, എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയില്ല സത്യമായിട്ടും. നീ പോ, കൊച്ചുമുതലാളിയോട് ചോദിക്ക്, ഞാനായിട്ടൊന്നും പറയുന്നു കരുതണ്ട. അച്ഛാ, നിനക്ക് ശിവാനിയെ ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലെന്താണെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇക്കാര്യം നിങ്ങളോടൊക്കെ എങ്ങനെ പറയുമെന്ന് ഞാൻ കുറെ ആലോചിച്ചതാ. പക്ഷെ ഇത് ഇത്ര ഈസി ആയിട്ട് സോൾവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്റെ ഡാഡിയല്ലേ മോനെ. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നിനക്ക് നേടിത്തരണ ഒരു അച്ഛന്റെ കടമ. നിനക്ക് സന്തോഷമായില്ലേ മോനെ? താങ്ക് യു ഡാഡ്, താങ്ക് യു സോ മച്ച്. അല്ല മോനെ, താങ്ക്സ് പറയേണ്ടത് ഞങ്ങൾക്കാ. നീയും ശിവാനിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ആദ്യം വീട്ടിലറിയിച്ച ഞാനാ.
ഓ അങ്കിളായിരുന്നോ? അങ്കിളിന് എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലായി? ആ അതൊക്കെ ഒരു കഥയാണ്. സെൻസർ ഭാഗം കട്ട് ചെയ്തിട്ടാ ബാക്കി ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, തമാശ പറഞ്ഞൊക്കെ മതി. നോക്കുമോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇനി കാത്തിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് കല്യാണം. ഡാഡി അതെന്താന്ന് വെച്ചാ അത് പിന്നെന്താ ഇനി? നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? മറിച്ചൊരു അഭിപ്രായം ഇവിടെ ആർക്കും ഇല്ല. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തിയാൽ മാത്രം മതി. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇതില്. പ്രോബ്ലം അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്ത് തരാം. വേണ്ട ഡാഡി, ഈ കാര്യം ഡാഡിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. എനിക്ക് ശിവാനി ഇഷ്ടാന്നുള്ള കാര്യം സത്യം തന്നെ. പക്ഷെ അവളോട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അവളോട് പെട്ടെന്ന് പോയി പറയുമ്പോ അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും എനിക്കറിയില്ല. വൺ സൈഡ് ലവ് ആയിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ നിന്റെ പുറകെ ചുറ്റി നടക്കില്ലല്ലോ. ചേച്ചി, ഈ പറഞ്ഞതിൽ തന്നെ കള്ളമുണ്ട്. കള്ളത്തരൊന്നും ഇല്ലെങ്കിലേ, അതായത് ഞാൻ ശിവാനിയോട് ഇതുവരെ എന്റെ ഇഷ്ടത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ ഡയറക്റ്റായിട്ട് കല്യാണക്കാരൊക്കെ പറയുമ്പോ അവൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്ക്. അതാണോ നിന്നെ അലട്ടുന്ന പ്രോബ്ലം? നീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോ, ഞാൻ അവളോട് കാര്യങ്ങൾ സംസാരിക്കാം. അത് വേണ്ട ഡാഡി, ഈ കാര്യത്തെ പറ്റി ഞാൻ തന്നെ അവളോട് പറയുന്നതാണ്. എന്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞോളാം. ആസ് യു വിഷ്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആ പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളായി വന്നിരിക്കണം. ഓക്കെ? ഓക്കെ ഡാഡി. എന്താണ് ബ്രോ, ആദ്യം ഫോട്ടോ നോക്കുന്നു പറഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പയാണെങ്കിൽ ഫോട്ടോയിന്ന് കണ്ണെടുക്കുന്നുമില്ല. ഈശ്വര, ഇന്ന് അവളെ പ്രപ്പോസ് ചെയ്ത് ഉറപ്പിക്കും, അത് ഫിക്സ് ആണ്. അതെ, ബോസിന്റെ കല്യാണക്കാരും ഫിക്സ് ആയിട്ടുണ്ട്. ഇനി എന്റേതായിട്ട് തന്നെ ബാക്കി. എന്റെയും ബോസിന്റെയും കല്യാണം ഉണ്ടല്ലോ, അത് രണ്ടും ഒറ്റ ദിവസം തന്നെ നടക്കണമെന്ന് എന്റെ ആഗ്രഹം. കാരണം ഞാനും ബോസും ഉണ്ടല്ലോ, ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ജനിച്ചവരാ. ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഭവം കളറായ ഈ കല്യാണവും നല്ലൊരു ഓർമ്മയായിട്ട് മാറും. ഹായ് സുന്ദരി, നീ എങ്ങനെ ഇവിടെ എത്തി? അതെ, അന്ന് നിന്റെ മാസ്റ്റർ സുന്ദരിയില്ലേ, അവളെ കാണിക്കാൻ വേണ്ടി എന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? അത് ഏതായിരുന്നു ആ സ്ഥലം? സാരമില്ല, അത് വിട്ടേക്ക്, കുഴപ്പമില്ല. എന്തായാലും നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് വളരെ നന്നായി. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ മാസ്റ്റർ സുന്ദരിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി നല്ല ധൈര്യത്തിലാണ് വന്നിരിക്കുന്നത്. അതിനെ ഞാനിവിടെ വന്ന് നോക്കി പൂക്കളൊക്കെ ഉണ്ടെന്നേ. അതെ സുന്ദരി, ഇന്ന് നിന്റെ മാസ്റ്റർ സുന്ദരിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഞങ്ങൾ രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? സൂപ്പർ ആണെന്നോ? ഓ താങ്ക് യു. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ വരയ്ക്കാം. നിന്റെ മാസ്റ്റർ സുന്ദരിയുടെ മനസ്സും ഈ പൂവും ഒരുപോലെയല്ലേ? അതാണ് എനിക്കിഷ്ടം. ഏയ് സുന്ദരി, ഒന്ന് നോക്കിയേ, കഴിഞ്ഞേ. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടായോ? നിനക്ക് ഇഷ്ടായി എന്ന് വെച്ചാൽ അവളെന്നെ പ്രേമിക്കണമെന്നൊന്നുമില്ല. ഈ ഹാർട്ടുണ്ടല്ലോ, അതെന്റെ ശിവാനിക്ക് മാത്രമാ. പിന്നെ അയ്യോടാ, പൂവ് തീർന്നു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോയിട്ട് പൂ വാങ്ങിച്ചിട്ട് വന്നല്ലോ. അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ?
ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ എത്രയും പ്രിയപ്പെട്ട സ്ത്രീ. ഇതും സംഭവം കൊള്ളാലോ. സ്ത്രീ എന്ന് വെച്ചാൽ തൃശൂൽ. നമ്മുടെ ആൾക്കെന്തായാലും ഇത് മനസ്സിലാവുന്ന ഉറപ്പാ. എന്താന്ന് വെച്ചാ അവരും എന്നോട് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയി പ്രേമം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതാണ്. ഹായ് സുന്ദരി, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ? നിന്റെ മാഡം വന്നു കഴിഞ്ഞാ ഇത് ഉറപ്പായിട്ടും കാണും. കണ്ടു കഴിഞ്ഞാ അപ്പൊ ഷോക്ക് അടിച്ചു പോലെ. അത് കഴിഞ്ഞാ ഞാൻ എവിടെയാ ഉള്ളേന്ന് നോക്കി എന്റെ അടുത്തേക്ക് ഓടിയെത്തും. നിന്റെ മാസ്റ്റർക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുള്ളതെന്ന് എനിക്കറിയുമോ? ഉണ്ടാവില്ല. അതെനിക്കറിയാം. കാരണം ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം. കൊച്ചു മുതലാളി, കൊച്ചു മുതലാളി. ചേടാ, ഇവിടെ കാണുന്നില്ലല്ലോ. അതെ മാഡം, കൊച്ചു മുതലാളി ഇവിടെ ഇല്ലേ? റീന മാഡം, നിങ്ങളോട് ഞാൻ ചോദിച്ചേ, കൊച്ചു മുതലാളി എവിടെ പോയി? ഇവിടെ ഒന്നില്ലേ? അവൻ എവിടെയും പോയിട്ടുണ്ടാവും. നിനക്കെന്താ ഇപ്പൊ? ഒന്ന് ചുമ്മാ ഇരിക്കെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. അല്ല, കൊച്ചു മുതലാളിയുടെ കല്യാണക്കാര്യം ഫിക്സ് ആയെന്നറിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കാന്ന് കരുതി ഇവിടേക്ക് വന്നതാ. ഇതാ എടുക്ക്. സോ സാഡ്. അവനിപ്പോ ഇവിടെ ഇല്ല. കുഴപ്പമില്ല, ഞാൻ അവരെ കൊണ്ട് വിശദമായിട്ട് വിഷയിപ്പിച്ചോളാം. നിങ്ങൾ സ്വീറ്റ് എടുക്ക്. ഞാനേ സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ല. കൊളസ്ട്രോൾ ആണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്താ മേടെ പറയുന്നത്? കഴിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് കഴിക്കണമെന്നേ. ഈ പ്രായത്തിൽ ഡയറ്റ് കയറ്റുന്നൊന്നും പറയരുത്. എന്റെ സ്വന്തം പെങ്ങളങ്ങാനായിരുന്നെങ്കിൽ ഈ സ്വീറ്റ് ഞാൻ വായിൽ തിരികെ കയറ്റിയെന്നെ. ഒന്ന് പോടാ വെറുതെ. അതെ റീന മാഡം, കൊച്ചു മുതലാളിക്ക് ഫിക്സ് ആയ പെൺകുട്ടി ആരാണെന്നൊന്ന് പറയോ? നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? എനിക്ക് നിന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല. നീ നിന്റെ പണി നോക്കി പോയിക്കേ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദ മാമ, സ്വീറ്റ് എടുക്ക്. സ്വീറ്റോ? എന്തത്ര വിശേഷിച്ചു? കൊച്ചു മുതലാളിയുടെ കല്യാണക്കാരൻ ഫിക്സ് ആയില്ലേ, അതുകൊണ്ട്. അല്ല, അവന് പെണ്ണ് ശരിയായ നീ എന്തിനാ സന്തോഷിക്കുന്നത്? എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? കൊച്ചു മുതലാളിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ മുഴുവൻ കനകദുർഗയിലും ആഘോഷമായിരിക്കില്ലേ? ആ കല്യാണം ഒരു ഉത്സവമാക്കി മാറ്റണം. എല്ലാവരും വിളിച്ചു വരുത്തി അവർക്കെല്ലാം വയറ് നിറയെ നല്ല ആഹാരം കൊടുക്കണം. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് നിന്റെ പരസ്യപ്പെടുത്തലൂടെ ആവശ്യമില്ല. ആ ശരി. അല്ല, അത് റീന മാഡത്തിനോട് ഞാൻ ചോദിച്ചു, അവരും എന്നോട് പറഞ്ഞില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറയോ, കൊച്ചു മുതലാളിക്ക് ഫിക്സ് ആയ ആ പെൺകുട്ടി ആരാണെന്ന്? അതിപ്പോ ഇവിടെ ചോദിക്കാൻ നീ ആരാ? ജോലിക്കാരൻ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. എന്തെങ്കിലും ചിലതൊക്കെ സംസാരിക്കാനുണ്ടെന്ന് കരുതി ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിക്കണമെന്നുണ്ടോ? മര്യാദക്ക് നിന്നില്ലെങ്കിൽ ജോലി പോകും. ശരി, ചോദിക്കുന്നില്ല. സ്വീറ്റ് എടുത്തോളൂ അമ്മേ. അയ്യോ, നിന്നോട് അമ്മയെന്ന് വിളിക്കരുതെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തന്നെ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ. സോറി സോറി സോറി. സത്യത്തിൽ ഞാൻ അമ്മന്ന് വിളിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കണ്ട അമ്മ എന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ തോന്നില്ല. സോറി മാഡം, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടാ ചേച്ചി പറയുന്നത്, നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർ അവിടെ കയറി ഇരിക്കുമെന്ന്. നോക്ക്, ഇത്തരം ചീപ്പ് സ്വീറ്റ്സ് ഒന്നും ഇവിടെ ആരും കഴിക്കാറില്ല. ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സ്വീറ്റ്സ് തരാനുള്ള കെൽപ്പ് നിനക്കും ഇല്ല. മനസ്സിലായോ? ചെല്ല്, പോടാ. ചേച്ചി, ഈ ചെരുപ്പ് എപ്പോഴും അഴിച്ചു വെക്കേണ്ടത് പുറത്തല്ലേ? അത് നമ്മളെ ചുമക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചുമക്കേണ്ട കാര്യമുണ്ടോ? അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഹായ്. ഓ ഹായ്. നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. അത്ഭുതമായിരിക്കുന്നല്ലോ. അകത്തേക്ക് വാ, പ്ലീസ് കം.
അകത്തേക്ക് വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. ശിവാനി, കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുക. ഇന്നലെ ഞാൻ തന്നോട് വെച്ച് കണ്ടപ്പോഴും എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ശരിക്കും കരുതിയിരുന്നു. പറയാൻ പറ്റിയില്ല. തൻ്റെ ഫോൺ നമ്പർ ഞാൻ വാങ്ങിയ ശേഷം വേറൊരാൾക്കും ഫോൺ ചെയ്യാൻ എനിക്ക് മനസ്സേ വരുന്നില്ല. ആ ഫോണിൽ തൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ എന്നൊരു ഫീലാണ് എനിക്ക്. ഐ ഡോണ്ട് നോ വൈ. ആര് മെസ്സേജ് ചെയ്താലും ആരെന്നെ വിളിച്ചാലും അത് താനാന്നൊരു തോന്നല്. വേറെ ആരെങ്കിലോടും ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴും തന്നോടാ സംസാരിക്കുന്ന മനസ്സിൽ. എന്താ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഐ മീൻ ലവ് വിത്ത് യു. I love you. I really love you a lot, Shivani.